ഞരമ്പ് ശ്രീ 2024 പുരസ്കാരത്തിന് എൻട്രികൾ ക്ഷണിച്ചു. മലയാള ചലച്ചിത്ര മേഖലയിലെ ഞരമ്പന്മാരെയും മഹാവിടന്മാരെയും വേഷം കെട്ടിച്ചിറക്കി വർഷം തോറും അവാർഡ് മാമാങ്കങ്ങൾ നടത്തി ചലൻ മലയാളിമാർ കാശുണ്ടാക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അവരാണ് ഈ അലവലാദികളെ താരങ്ങൾ, സൂപ്പർ താരങ്ങൾ എന്നൊക്കെ പേര് നൽകി നിലത്ത് നിൽക്കാത്ത രീതിയിൽ പൊക്കി പറത്തിവിട്ടത്. ഈ വർഷം മുതൽ ഇവന്മാരുടെ നിലവാരത്തിനൊത്ത ഒരു അവാർഡ് നിശ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ആ ക്രിഞ്ചൻ പരിപാടിയുടെ പേരാണ് ഞരമ്പ് ശ്രീ 2024 അവാർഡ് നൈറ്റ്. മലയാള ചലച്ചിത്ര മേഖലയിലെ ലക്ഷണമൊത്ത ഞരമ്പന്മാരെയും ലക്ഷണമൊത്ത കോഴികളെയും കണ്ടെത്തുന്നതിനും ഇവന്മാരുടെ സകല ഞരമ്പത്തരങ്ങളും വാരിവലിച്ച് പുറത്തിട്ട് പ്രേക്ഷകർക്ക് ഇവരുടെ യഥാർത്ഥ ഗുണം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ കലാപരിപാടിയാണിത്. അവാർഡ് പരിപാടിക്ക് ശേഷം കുശുകുശുപ്പുണ്ടാക്കാതിരിക്കുവാൻ വളരെ പ്രൊഫഷണലായി എൻട്രികൾ ക്ഷണിച്ച് ജനങ്ങൾക്കാണ് ഞരമ്പ് ശ്രീ 2024 തിരഞ്ഞെടുക്കുവാനുള്ള സുവർണാവസരം ലഭിക്കുന്നത്. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേടു നടപ്പു. അവാർഡിന് അർഹരാകുന്നവർക്ക് വെടിവെച്ചാങ്കോവിൽ വിലാസിനി രൂപകൽപ്പന ചെയ്ത കോഴിയുടെ തലയും മുട്ടനാടിന്റെ ഉടലുമുള്ള അവാർഡ് ശില്പവും 55 രൂപയുടെ ഒരു നേരിയതും ഇന്ത്യൻ ലാറ്റക്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു പെട്ടി ഓട്ടോ നിറയെ കൊണ്ടവും നൽകുന്നതാണ്. അവാർഡ് ദാനത്തിന് ശേഷം ഷെഡിൽ കയറിയ സംവിധായകൻ മുക്കാലുദ്ദീൻ സംവിധാനം ചെയ്ത അമ്മയുടെ നിലവിളിയും കൊലട്ടന്റെ പരാക്രമവും എന്ന പ്രത്യേക പരിപാടി ഉണ്ടാവും. ശാരദ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തോ എനിക്കൊരു വികാരം. അതിനുശേഷം മുട്ടുന്നത് എന്തിനാ, വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടില്ലേ എന്ന കുഞ്ഞിവാര്യരുടെ പ്രത്യേക ഡാൻസും ഉണ്ടായിരിക്കും. ഇനി അവാർഡ് എൻട്രികളിലേക്ക്. എൻട്രികൾ പണിഞ്ഞെടുക്കുവാൻ അധികം സമയമെടുക്കുന്നതിനാൽ ആയ എൻട്രികൾ വാരി വിതറുകയാണ്. സഹിച്ചാലും ക്ഷമിച്ചാലും. ആദ്യ എൻട്രി ഞരമ്പ് ശ്രീ 2024 മികച്ച ഇക്ക ഏതാണെന്ന് കണ്ടെത്തുവാനുള്ള എൻട്രിയാണ്. അവാർഡ് ജഡ്ജിംഗ് പാനൽ അധ്യക്ഷ തമ്പാനൂർ സരസു തിരഞ്ഞെടുത്ത ആ എൻട്രി പ്രേക്ഷകരുടെ ഒരു ഞെക്കിനായി സമർപ്പിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഇക്കായ്ക്ക് നിങ്ങളുടെ മൊബൈൽ എടുത്ത് ഒരു ഞെക്ക് ഞെക്കി വോട്ട് ചെയ്യുക. ഇനി ആദ്യ എൻട്രിയിലേക്ക്. ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ നില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. ഇത് സംഭവിക്കുന്നത് 20-21 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ പോകുമ്പോ ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. ഇനി അടുത്ത ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന് പറഞ്ഞ് ഹജ്ജിന് പോയ ഖായെ കുറിച്ചുള്ള എൻട്രിയാണ്. വിഷ്വൽ പ്ലീസ്. ഇനി അടുത്ത ഞരമ്പ് ശ്രീ 2024 മികച്ച വിക്ഷേപകനുള്ള അവാർഡിനുള്ള എൻട്രിയാണ്. പൂഴിക്കുന്നിൽ ആശാന്റെ സ്മരണാർത്ഥമുള്ള ഈ അവാർഡിനും പ്രഥമ പരിഗണന സിദ്ദിഖ് ഖായ്ക്ക് തന്നെയാണ്. സിദ്ദിഖ് ഖായെ അവാർഡിനർഹനാക്കിയ ആ പരാമർശത്തിലേക്കും തുടർന്ന് പൂഴിക്കുന്നിൽ ആശാന്റെ ചെറിയൊരു ഐറ്റവും നമുക്ക് കാണാം. അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി, എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു
ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവർ മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. അത്രത്തോളം വേദന തന്ന് ഞാൻ അതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എന്റെ സ്വപ്നം, ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം, ധാരാളം തരത്തിലുള്ള മെന്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസും തന്നിട്ടില്ല. ബീറ്റ് എനിവൺ, ബീറ്റ് എനി സിസ്റ്റം, ബീറ്റ് എനിത്തിങ്. എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി അടുത്ത എൻട്രി ഞരമ്പൻ ശ്രീ 2024 മികച്ച ഹഗ്ഗനുള്ള അവാർഡിനുള്ള എൻട്രിയാണ്. ജൂറി പരാമർശിച്ചിരിക്കുന്ന പേര് ജയസൂര്യയുടെ പേരാണ്. വിഷ്വൽ പോരട്ടെ. സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. പുറകിൽ നിന്ന് തിരിഞ്ഞു നോക്കുകയും പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുംബിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോകും. അതായത് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം. ഒരു നല്ലൊരു നടനും കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു. പക്ഷെ ജഗതി ചേട്ടനുമായിട്ട് ഞാൻ നല്ല, ഹി വാസ് വെരി ഡീസന്റ് ആൻഡ് വെരി ജെന്യൂൻ ടു മീ. അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പോയി പറയാം. ഞാൻ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്നു. കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോടൊരു കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തേലും നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. സുഷുമ്നയുടെ 14ാമത്തെ കശേരുവിലാണ് ക്ഷതം. ജയസൂര്യ അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് കൈയും കാലും ഒന്നും പൊങ്ങിയല്ല. അടുത്തതായി വിത്തില്ലെങ്കിൽ ചൊറിയില്ലെങ്കിൽ തടയായാലും മതി എന്ന് പറയുന്ന മികച്ച സ്വഭാവദൂഷ്യമുള്ള നടനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള എൻട്രിയാണ്. അന്തസ്സുള്ള മുകേഷാണ് ഇത്തവണ എൻട്രിയിൽ ഒന്നാമൻ. മുകേഷ് കഥകളിലെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പുള്ളിക്കാരന് ഇത് കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരനോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം അതിന് താല്പര്യമില്ലാന്നാണ്. അപ്പൊ പിന്നെ ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്പിടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ? നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കില്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ചു. അന്തസ് വേണോടാ, അന്തസ്. നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി. ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ. അപ്പൊ നാടകമേ ഉലക എന്നതിൽ വെച്ച് ഞാൻ ഇങ്ങനെ മാറി നടന്നു. പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ? ഞാൻ പറഞ്ഞു, എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല, എന്നിട്ട് ഓടിപ്പോയി. അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ, അതാ റൂമെന്ന്. അപ്പൊ പുറകെ വന്ന് തട്ടി അവിടെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് തന്നെ. അന്തസ് വേണോടാ, അന്തസ്. മുകേഷിനെതിരെ ഒരു ആരോപണം കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്തായിരുന്നു? അതുമായി ബന്ധപ്പെട്ട സംഭവം? എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവരിപ്പോ ഫീൽഡിലില്ല, അവരിപ്പോ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അവരുടെ പേരൻസ് എവിടെയാണെന്ന് എനിക്കറിയില്ല. അവര് കുറെ വർഷങ്ങൾ മുമ്പ് സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ആരുമില്ലാത്ത സമയത്ത് അവരുടെ അമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത്, ആ ആർട്ടിസ്റ്റിന്റെ. അപ്പൊ എങ്ങനെയൊക്കെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഈ പുള്ളി വീട്ടിൽ പോയപ്പോ മിസ്ബിഹേവ് ചെയ്തു. അവരടിച്ചു പുറത്താക്കി. അങ്ങനെയാണ് ഞാൻ കേൾക്കാൻ. അമ്മയോട്? അതെ, അമ്മയോട് മിസ്ബിഹേവ് ചെയ്തു, അവരടിച്ചു പുറത്താക്കി. അന്തസ് വേണോടാ, അന്തസ്. പിന്നെ അവർ ആ ഫിലിം ഫീൽഡ് തന്നെ വിട്ടു. അപ്പൊ ഇങ്ങനെ ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആരും പോവില്ലല്ലോ. ഇനി മാൻഡിലടിച്ചു പോയി എങ്കിലും ഒന്നും സാധിക്കില്ലെങ്കിലും ഒടുക്കത്തെ ആഗ്രഹത്തിനുടമയ്ക്കുള്ള രാത്രിയിൽ വാതിലിൽ മുട്ടിക്കുള്ള അവാർഡിനുള്ള എൻട്രിയാണ്. കയ്യിൽ മണിയുണ്ടെങ്കിലും അടിച്ചാൽ ഒച്ച കേൾക്കില്ല എന്ന പ്രശ്നമുള്ളതുകൊണ്ട് നടിമാരുടെ വാതിലിൽ പാതിരാത്രി മുട്ടി വിളിച്ച മണിയമ്പിള്ള രാജുവാണ് എൻട്രിയിൽ ഒന്നാമത്. ഇനി കേൾക്കുവാൻ പോകുന്ന പരാമർശം കണക്കിലെടുത്താണ് മണിയനെ മികച്ച വാതിലിൽ മുട്ടിക്കുള്ള അവാർഡിനായി ജൂറി വെടിവെച്ചങ്കോവിൽ വിലാസിനി തിരഞ്ഞെടുത്തത്.
ഫിസിക്കൽ ഭയങ്കര മെന്റൽ ടോർച്ചർ ആയിരുന്നു. പുള്ളിക്കാരന്റെ കൂടെ ബെഡ് ഷെയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഡേ തടിയാന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു. അപ്പൊ എനിക്ക് ഫോട്ടോ കൊച്ചിയിലായിരുന്നു. അപ്പൊ മിനു ഫോട്ടോ കൊച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം ഇടിപ്പിച്ചു എന്റെ അടുത്ത് തന്നെ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി വരും, മിനു ഡോർ തുറന്നിട്ടാക്കണം. ഞാൻ നോ ഇല്ല പറ്റില്ല, അയ്യോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ തുറന്നിട്ടേക്കണം, വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. ഈ പുള്ളി ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, ആരാണെന്നൊന്നും ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാൻ അതിന്റെ ഐ ഡിഡ്ന്റ് മൈൻഡ് അറ്റ് ഓൾ. ഞാൻ അവിടെ പോലത്തേക്കും ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചു. അല്ല ഫോൺ അതായാലും വിളിക്കുള്ളൂ, ഫോൺ സൈലന്റ് ഞാൻ അവിടെ കിടന്നുറങ്ങി. ഇപ്പത്തേക്കും കഥകെ വന്ന് മുട്ടി. ഞാൻ തുറന്നില്ല, ആരാ മുട്ടിയെന്ന് എനിക്കറിയില്ല, മുട്ടുന്നുണ്ടായിരുന്നു, ഞാൻ തുറന്നില്ല, അവിടെ കടന്നുറങ്ങി. അപ്പൊ പിന്നെ ലാൻഡ് ഫോൺ ബെല്ലിച്ചു. അപ്പൊ ഞാൻ എന്റെ വയറ് ഊരിട്ടു ലാൻഡ് ഫോണിന്റെ. അപ്പൊ തിരിച്ച് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യം, അൺനെസസറി ആയിട്ടുള്ള എന്തിനൊക്കെയോ കാര്യമില്ലാതെ എന്റെ അടുത്ത് ദേഷ്യപ്പെടുത്തേക്ക് ഗായത്രി വാസ് സെറ്റിംഗ് നിയർ മീ. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എന്താ രാജേട്ടൻ ഇത്ര വലിയ ദേഷ്യം മിനിനോട്. അപ്പൊ ഞാൻ ഗായത്രിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, ദിസ് ഇസ് ദ റീസൺ. അടുത്തത് ജർമ്മൻ ശ്രീ 2024 മികച്ച ഉമ്മച്ചനുള്ള അവാർഡിനായി പരിഗണിച്ച പഴയ അമ്മയുടെ നായർ ഇടവേള ബാബുവിനെ കുറിച്ചുള്ള എൻട്രിയാണ്. അമ്മയുടെ നായരായിരിക്കുമ്പോൾ വെറുതെ പെണ്ണുകെട്ടി ചിലവിന് കൊടുക്കുന്നത് എന്തിനാ എന്ന അദ്ദേഹത്തിന്റെ ആ തേഞ്ഞ നിലപാട് കണക്കിലെടുത്താണ് അദ്ദേഹത്തെ ഉമ്മച്ചൻ 2024 അവാർഡിനായി ജൂറി പരിഗണിച്ചിരിക്കുന്നത്. ഇടവേള ബാബു എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ സ്റ്റേജ് ഷോയ്ക്കൊക്കെ കൊണ്ടുപോകും, ഇനി പാട്ട് പാടും ഡാൻസ് ഒക്കെ ചെയ്യും, അപ്പൊ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകാം, വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മയിൽ ഇതിന്റെ ആൾ പുള്ളിക്കാരനാണ്, സെക്രട്ടറി ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു എന്റെ ഫ്ളാറ്റിലോട്ട് പോവാ, കല്ലൂരുള്ള ഫ്ളാറ്റിലോട്ട് പോവാ, ആപ്ലിക്കേഷൻ ഒപ്പിടണം, ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളും പതുക്കെ എന്നെ പുറകെ തന്നെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ഇങ്ങനെ ചുമൊക്കെ വെച്ചിട്ട് എന്ത് ഷാമ്പു ഇടാം നല്ല മണമൊക്കെ അങ്ങനെയൊക്കെ. ഞാൻ അയ്യോ ഇതെന്താ ഇതെന്തെങ്കിലും പെട്ടെന്ന് ഇതൊക്കെ. അപ്പൊ നമുക്ക് കാരണം ഇത് മുമ്പ് അഭിനയിച്ചാണ്, നമ്മൾ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് നമുക്ക് റഫാൻ പറ്റത്തില്ല, മാറി എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരനെ അടുത്തടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഫില്ല് ചെയ്തില്ല ശരിക്കും, ഞാൻ ഇറങ്ങി ഓടിപ്പോന്നു. പിന്നെ ഇന്നസെന്റ് ഏട്ടനെ വിളിച്ചു പറഞ്ഞു, ഇന്നസെന്റ് ഏട്ടൻ എന്താ എനിക്ക് ഇത് കിട്ടുന്നില്ല. അപ്പം ഈ മുകേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇതെന്താ എനിക്കെന്താ അഡ്മിഷൻ, ഞാൻ 6 സിനിമ അഭിനയിച്ചില്ല. അപ്പം കുട്ടി ഒരു കാര്യം ചെയ്യും, ഇന്നയാളെ പോയി കണ്ടിട്ട് ഇന്നയാൾക്ക് അതെല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അതുപോലെ ചെയ്തപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു മിനുവിനെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റീസിന് മിനുവിനെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു അയ്യോ അറിയത്തില്ല, ഞാൻ 6 സിനിമ അഭിനയിച്ചല്ലോ, 6 എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ്. അപ്പൊ പറയാ ജയസൂര്യ, മണിമ്പിള്ള രാജു, ഇടവേള ബാബു, മുകേഷ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ജന്മത്തിന് എനിക്ക് അവർ ആ കമ്മിറ്റിയിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് കിട്ടില്ല. അടുത്തത് ജർമ്മൻ ശ്രീ 2024 മികച്ച റേപ്പ് മേമനുള്ള അവാർഡിന് പ്രഥമ പരിഗണനയിലുള്ള ബാബുരാജിനെ പരിഗണിക്കുവാൻ കാരണമാക്കിയ ആ പരാമർശമാണ് നമ്മളിനി കാണുവാൻ പോകുന്നത്. വീട്ടിലുള്ള ചിക്കൻ ബിരിയാണി തിന്നാതെ ആലുവയിൽ പോയി ഉഴുന്നുവട കഴിച്ച ആ എളിമ പരിഗണിച്ചാണ് മേമനെ അവാർഡിന് പരിഗണിച്ചത്. വിഷ്വൽ പ്ലീസ്. ഈ നടൻ ബാബുരാജിനെ പറ്റി നമുക്ക് പരസ്യമായ രഹസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത്. എന്തെന്ന് വെച്ചാല് നമ്മളെ ഒരു ബ്രദർലി ആയിട്ടും ഒരു ഫാദർലി അപ്രോച്ച് ഒക്കെയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പൊ സിനിമയിൽ വരാനുള്ള എന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ സാമ്പത്തികമായിട്ട് വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു. അതുപോലെ ഈ നാടക രംഗത്തൊക്കെ സ്കൂൾ കലോത്സവ കാലങ്ങളിലൊക്കെ സമ്മാനങ്ങൾ ലഭിച്ചതിനെ തുടർന്നും നമുക്ക് സിനിമയിൽ എത്തിയാൽ നല്ലൊരു കരിയർ കിട്ടും, അല്ലെങ്കിൽ ഒരു ഉന്നത നിലയിൽ എത്താം, സാമ്പത്തികമായും അല്ലാതെയും ഫെയിം ആകും എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് മിസ്റ്റർ ബാബുരാജ് എന്ന നടൻ എന്നെ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു, സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ വീട്ടില് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടർ, കൺട്രോളർ എല്ലാവരും ഉണ്ട്. അപ്പൊ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഉചിതമായൊരു റോള് കണ്ടെത്താം എന്ന് പറയുകയും, അപ്പൊ അദ്ദേഹത്തോടുള്ള വിശ്വാസത കൊണ്ടാണ് ഞാൻ ആ വീട്ടിലെത്തുന്നത്. അവിടെ എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കുറച്ച് തിരക്കാണ്, അല്പസമയത്തിന് ശേഷം എത്തും, അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീടിന്റെ താഴെയുള്ള ഒരു റൂമിൽ എനിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് തന്നു. ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ വന്ന് ഡോറ് തട്ടുകയും ഞാൻ ഓപ്പൺ ആക്കുകയും അതിനുശേഷം റൂമിലേക്ക് കയറുകയും ചെയ്തു.
അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം. ഈ സിനിമ അഭിനയിക്കുന്നവർക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ വലിയ വിഷമമൊന്നും കാണത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ രൂപം തനിനിറം വന്നത് മോശമായിട്ട് സംസാരിക്കുകയും കയറി പിടിക്കുകയും എന്നെ ബലാത്സംഗപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് നടൻ ബാബുരാജ്. ഇനി ജർമ്മൻ ശ്രീ 2024 മികച്ച കോഴി സംവിധായകനെ തിരഞ്ഞെടുക്കുവാനുള്ള ആദ്യ എൻട്രിയാണ്. എൻട്രിയിൽ ഒന്നാമൻ രഞ്ജിത്താണ്. ട്യൂൺ ചെയ്യുവാൻ നോക്കി നടക്കത്തില്ല എന്ന് കണ്ടപ്പോൾ നൈസായി പാക്ക് ചെയ്യുവാനുള്ള ആ അപാര കഴിവ് പരിഗണിച്ചാണ് രഞ്ജിത്തിനെ ഈ അവാർഡിനായി ജൂറി കുത്താട്ടുകുളം ശാന്ത പരിഗണിച്ചത്. അന്തം കമ്മി വൈറസ് ബാധിച്ച് 6ാം തമ്പുരാൻ പദവിയിൽ നിന്നും വെറും 7ാം കൂലിയായി അധപതിച്ച അദ്ദേഹം ജയിലിൽ പോകുന്നതിന് മുമ്പായി ഒരുപക്ഷെ ഈ അവാർഡ് സമ്മാനിക്കും. അവാർഡിന് അർഹമാക്കിയ ആ പരാമർശത്തിലേക്ക്. So I went inside with him. His bedroom was dark, and we went into the balcony, and he was playing with my bangles. So initially I thought maybe he wants to see my bangles. No, I'm thinking otherwise. No, I'm thinking, I was trying to calm myself down, or maybe I wanted to give it a second. Let's see how far this goes. I'm not going to react now. Maybe this is a very innocent gesture, probably. Benefit of doubt. I was giving him the benefit of doubt. So after that, when he felt that I'm not protesting or I'm not doing anything, he started to play with my hair and, touching the nape of my neck. So I immediately got out of that room. I spoke to the assistant director. I called him. That guy actually, he was the one who spoke to me initially. So I said, I'm not doing this film. കോഴി സംവിധായക പട്ടത്തിനായി മറ്റൊരു മത്സരാർത്ഥി കൂടിയുണ്ട് ഇത്തവണ. ശ്രീകുമാർ മേനൻ ഫ്രം തൃശ്ശിവപേരൂർ. പുതിയ റെക്കോർഡുകളും പുതിയ ഉയരങ്ങളും പുതിയ മാനങ്ങളും. ലേഡി സൂപ്പർ സ്റ്റാറിനെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്ന ആ മുടിഞ്ഞ നിലപാടാണ് അദ്ദേഹത്തെ രഞ്ജിത്തിന്റെ തൊട്ട് പിന്നാമ്പുറത്ത് കൊണ്ടെത്തിച്ചത്. ഒടിയനെടുക്കുവാൻ ഇറങ്ങി ഒടുവിൽ നടുവൊടിഞ്ഞ് നാട്ടുകാർ ചേർന്ന് പടം പുറത്തിറക്കുവാൻ സഹായിച്ചതോടെയാണ് തള്ളു ശ്രീകുമാർ ജൂറി ബസ് സ്റ്റാൻഡ് ശാന്തയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശ്രീകുമാറിന്റെ ഒടിഞ്ഞ ഒടിയന് ഓസ്കാർ കിട്ടും എന്ന പ്രഖ്യാപനത്തിന് കഴിഞ്ഞ വർഷത്തെ നാട്ടുകാരെ ഏറ്റവും കുടുകുടച്ചിരിപ്പിച്ച കോമഡിക്കുള്ള പ്രോത്സാഹന സമ്മാനം കേരള സർക്കാരിന്റെ ഡിസ്റ്റിലറിയിൽ വാറ്റിയെടുത്ത 1 ലിറ്റർ ജവാൻ കരസ്ഥമാക്കിയിരുന്നു. അമ്മേ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ട ആ പരാമർശം കണ്ടാലും. ഇവരെയൊക്കെ നേരിട്ട് അടുത്തറിയുമ്പോൾ മാത്രമേ ഇവരുടെ ഈ മുഖം മൂടി പുറത്തു വരുള്ളൂ. ഓക്കെ, ഈ ഒടിയൻ സിനിമയുടെ ഡയറക്ടറും സെക്ഷലി എന്നെ അബ്യൂസ് ചെയ്ത ആളാണ്. ഇനി ജർമ്മൻ ശ്രീ 2024 മ്യായാവി പട്ടത്തിനായുള്ള എൻട്രിയാണ്. നടിമാരുടെ കഥകിൽ രാത്രി മുട്ടയിട്ട് ഓടുക, പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഓടിമറിയുക, അസാമാന്യ കൈവഴക്കത്തോടെ ഇരുട്ടത്തു നിന്ന് ഞോണ്ടിയിട്ട് ഒടിയനെ പോലെ തോളും ചെരിച്ച് ഓടിമറിയുക, നടിമാരുടെ കട്ടിലിനടിയിൽ ഒളിച്ചു കിടക്കുക, അടിവസ്ത്രം മോഷ്ടിച്ചു കൊണ്ടുപോവുക തുടങ്ങിയ കലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഞരമ്പുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന മ്യായാവി പട്ടത്തിനുള്ള അവാർഡാണിത്. ഈ വിഭാഗത്തിൽ ഒരുപാട് പിടികിട്ടാപ്പുള്ളികൾ ഉള്ളതുകൊണ്ട് മിനിമം 1 ഡസൻ അവാർഡ് ഈ കാറ്റഗറിയിൽ ഇത്തവണ നൽകുന്നതായിരിക്കും. ഞാൻ അഭിനയിച്ചിരുന്ന ഒരു മൂവിയിൽ രാത്രി ഒരു 12 മണി 1 മണിക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് തട്ടിയിട്ട് ഓടിപ്പോവും. ലൈക്ക് എന്താ പറയുക, ഹൈഡ് ആൻഡ് സീക്ക് ഇല്ലേ, അതുപോലെ തട്ടിയിട്ട് അങ്ങ് ഓടും. ഞങ്ങൾ തുറന്ന് നോക്കുമ്പോൾ ആളിനെ കാണില്ല. അങ്ങനെ ഒരു 3 പ്രാവശ്യം എന്തോ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ശരി ഇനി വരുമ്പോഴത്തേക്കും എന്തായിരുന്നാലും തുറക്കും, ആളിനെ കാണുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടു. ആളിനെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും പറഞ്ഞു, ഇതേപോലെ ഞങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ട്, പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിത്തരാൻ പറഞ്ഞു. ഞങ്ങൾ റിസപ്ഷനിലും വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ റിസപ്ഷനിലുള്ള ആളുകൾ പറഞ്ഞു ഒരു ഡ്രിങ്ക്സ് പാർട്ടി നടക്കുന്നുണ്ട്, മേ ബി അതുകൊണ്ടായിരിക്കാം, കുടിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ആ നടനെ കണ്ടപ്പോൾ വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചത്. അയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു സംവിധായകൻ ആ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വന്ന സമയത്താണ് കേട്ടോ, നല്ല തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സംവിധായകൻ ആ സംവിധായകന്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ
അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ ആ സംവിധായകൻ ഭയങ്കര കുഴപ്പക്കാരനാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ് ആകെ ഭയന്നിട്ടാണ്. പിന്നെ എനിക്ക് എന്റെ വാപ്പേന്റെ കൂടെ ഉള്ളതുകൊണ്ടൊരു ധൈര്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ഥിരം ഈ സംവിധായകന്റെ ഒരു രീതികളുണ്ട്. അയാള് പിന്നെ നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം, എല്ലാം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും, ആ പൊട്ട് വെക്കണോ പൊട്ട് വെച്ചോളൂ, പിന്നെ എല്ലാ സ്വാതന്ത്ര്യം, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും, ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ഫാദറിനെയും കൊണ്ടാണ് ചെന്നത്. ഇല്ല അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് പിന്നെ അത് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ അന്ന് തന്നെ പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ്. പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും. നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും, നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചു. ഞാൻ ചെരുപ്പൂരി അടിക്കാൻ പറഞ്ഞ് തളർന്ന് ഉറക്കം വരുന്നു. എൻട്രികൾ ഇനി ഒരുപാടുണ്ട്. ഇനി ബാക്കി നാളെ പറയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.